അസ്സലാമു അലൈക്കും അനീസ് മാഷേ, ഇത് മുബാറക് വില്ലേജ് അല്ലേ? മുബാറക് വില്ലേജ്. ഇതിനെക്കുറിച്ച് മറ്റേ അറബ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് പഴയ ഇവിടെ പ്രതാപമുള്ള വലിയ സമ്പന്നരായ ആളുകളൊക്കെ താമസിച്ചിരുന്ന അന്നത്തെ കൊട്ടാരങ്ങളും അതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങളാണ്, ശേഷിപ്പുകളാണ് ഇവിടെ കാണുന്നത്. സമ്പന്നരായ ആളുകൾ അന്ന് ഇവിടെ ഇതിൻ്റെ ബാക്കിലാണ് ഐനുൽ മുബാറക്ക് എന്ന് പറയുന്ന വിശാലമായൊരു തടാകമുണ്ട്. അപ്പോൾ സുലഭമായി അന്നത്തെ കാലത്ത് വെള്ളമുണ്ടായിരുന്നൊരു ഏരിയ ആയതുകൊണ്ടായിരുന്നു അന്നത്തെ പ്രബലരായ ആൾക്കാർ ഇവിടെ തിരഞ്ഞെടുത്തത് താമസിക്കാൻ. പിന്നീട് പിൽക്കാലത്ത് ഇവിടുത്തെ വെള്ളം കുറേശ്ശെ കുറഞ്ഞു പോയപ്പോൾ ഇവിടുത്തെ ആളുകൾ താമസക്കാരൊക്കെ യാമ്പു ടൗണിലുള്ള ആ ചെങ്കടൽ തീരത്തേക്ക് താമസം മാറ്റിയെന്നാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത്. അന്നത്തെ എല്ലാവിധ സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു സമുച്ചയമായിരുന്നു ഇത് എന്നായിരുന്നു ഇതിൻ്റെ ചരിത്രകാരന്മാർ പറയുന്നത്. അന്നത്തെ കടകൾ, അതുപോലെ തന്നെ പ്രാഥമികമായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്ന വിധത്തിലുള്ള ഒരു പൂർണ്ണമായൊരു വില്ലേജായിരുന്നു ഇത് എന്നാണ് പറയുന്നത്. അന്നത്തെ രാജാക്കന്മാരൊക്കെ, അന്നത്തെ പ്രബലരായ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളുടെ അടയാളങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു മറ്റേ കലാപരമായ രീതിയിലായിരുന്നു ഈ കൊട്ടാരം നിർമ്മിച്ചിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 500 വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് ഇതിൻ്റെ ചരിത്രകാരൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്നും കാലാവസ്ഥ അതിജീവിച്ചുകൊണ്ട് ഈ ഒരു പ്രദേശം ഇന്നും ഒരു കാഴ്ച വസ്തുവായിട്ട് ശേഷിപ്പുകളായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. യാമ്പു ടൗണിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, അടുത്ത പ്രദേശമാണ് ഈ ഐനുൽ മുബാറക് വില്ലേജ് എന്ന് പറയുന്നത്. ഇതൊക്കെ കാണാത്ത ആളുകൾ, യാമ്പൂവിലെ മലയാളികൾ ഒത്തിരിയുണ്ട്. അവരൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരം പ്രദേശങ്ങളൊക്കെ വന്ന് ഇവിടെ സന്ദർശിക്കുമ്പോൾ ഈ പഴയ അറബ് ചരിത്രം നമുക്ക് പകർത്താനുള്ളൊരു അവസരം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വില്ലേജ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സാഹിബേ,